മുൻ ഗവർണറും മുതിർന്ന ബി.ജെ.പി. നേതാവുമായ കുമ്മനം രാജശേഖരൻ ആറന്മുളയിൽ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ചതിനു ശേഷം പത്തനംതിട്ടയിലെ ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം അധികാരികൾ കാണുന്നില്ലേ, ഇന്ന് ജനങ്ങൾ അതിൻ്റെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ പല ക്യാമ്പുകളിലും ഇപ്പോൾ പോയി ജനങ്ങളോട് അവരുമായിട്ടൊക്കെ സംസാരിച്ചു. വീട് വിട്ട് മാറിപ്പോയി മറ്റ് ബന്ധുമിത്രാദികളുടെ വീടുകളിലൊക്കെ താമസിക്കുന്നവരുണ്ട്. അവർക്ക് നഷ്ടപരിഹാരം നൽകണം. അത് ഇവരുടെ കണക്ക് വരുന്നില്ല. ഇവിടെ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് മാത്രമേ അവർക്ക് കിണർ നകാനും വീട് ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ ആഹാരത്തിനൊക്കെ ഉള്ള വ്യവസ്ഥകളുള്ളൂ. മറ്റവരുടെ കാര്യം എന്താണ്? അവർക്കും കൊടുക്കണം. ആയിരക്കണക്കിന് ആളുകളുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഞാൻ കോട്ടാങ്ങൽ പ്രദേശത്ത് അതുപോലെ റാന്നി പ്രദേശത്ത് പോയപ്പോൾ അവരോട് ഇപ്പോഴും എലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ഫോൺ കോൾ വരികയാണ്. കറണ്ട് ചാർജ് അടയ്ക്കണം എന്നുള്ള കോളുകൾ വരികയാണ്. ബാങ്കുകളിൽ നിന്നും കോളുകൾ, ലോൺ അടയ്ക്കണം, ഉടനെ അടയ്ക്കണം. ഈ ഒരു ദുരിതം അനുഭവിക്കുന്ന ഈ സമയത്ത് ഈ ലോണിനൊക്കെ മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കറണ്ട് ചാർജ് അടയ്ക്കുന്നതിന് എലക്ട്രിസിറ്റി ബോർഡ് കുറച്ച് അവർക്ക് സാവകാശം കൊടുക്കണ്ടേ? ഇതൊക്കെ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഈ ദുരിതം അനുഭവിക്കുന്നവരുടെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും കാണാനുള്ള മനസ്സ്, അവരുടെ കണ്ണീര് കാണാനുള്ള മനുഷ്യത്വമെങ്കിലും ഭരണാധികാരികൾക്കുണ്ടാകും. ഇപ്പോൾ പത്തനംതിട്ടയിലും ആറന്മുളയിലും ഒക്കെയുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിലും പ്രളയബാധിത പ്രദേശങ്ങളിലും ഒക്കെ എത്തി അവിടെയുള്ളവരുമായിട്ടൊക്കെ സംസാരിച്ചതിനു ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു കുമ്മനം രാജശേഖരൻ.